ഹലോ ഫ്രണ്ട്സ്, സുഗ്മോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയെ വേദനിപ്പിച്ചതിന് രാധികയോട് മാപ്പ് പറയാൻ ശാരിക ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് രാധിക ദേവികയോട് ക്ഷമ ചോദിക്കുന്നു. രാധിക പറയാണ്, മോളെ അമ്മയോട് ക്ഷമിക്ക്. സ്വന്തം മോളെക്കുറിച്ച് ഇങ്ങനെ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ ഏതമ്മയ്ക്കാണെങ്കിലും വിഷമമുണ്ടാവില്ലേ? അതുമാത്രമേ അമ്മയും ചിന്തിച്ചുള്ളൂ. ദേവിക പറയാണ്, സാരില്ല അമ്മേ, കുഴപ്പമില്ല. ഗുണ്ടകൾ ഋഷിയെ തല്ലിച്ചതയ്ക്കുമ്പോൾ അവിടേക്ക് പ്രകാശ് എത്തി തല്ല് നിർത്താൻ പറയുന്നു. അതിനുശേഷം പ്രകാശ് ഋഷിയോട് സംസാരിക്കുന്നു. പ്രകാശ് പറയാണ്, അതെ ഋഷിമോനെ, നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും എന്തിനാ ഇവരെയൊക്കെ ഇട്ട് അടിക്കുന്നതെന്നും. നീ ആ നന്ദനെ ചതിച്ച് രക്ഷപ്പെടാനായിട്ട് നോക്കിയവനല്ലേ? അവിടെ നിന്ന് നിനക്ക് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ വലിയൊരു ഉദ്ദേശം തന്നെ ഉണ്ടെന്ന് വെച്ചോ. പ്രകാശ് പറയാണ്, നീ എന്തായാലും മരിച്ചവനാണ്. ഇനിയിപ്പോൾ നിന്നെ കൊന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ആ കേസ് നന്ദനെ ചല്ലിൽ ചെന്ന് കിടക്കും. പക്ഷെ ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല. നിനക്ക് മറ്റൊരു കാര്യം അറിയോ? നന്ദൻ ഇവിടെയുണ്ട്. നന്ദൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നീ ചെകുത്താന്റെയും കടലിൻ്റെയും നടുവിലാണ്. കടൽ ആരാന്നറിയോ? അത് നന്ദനാണ്. ചെകുത്താൻ ഞാനാണ്. ഋഷി പേടിയോടെ ചോദിക്കുകയാണ്, ചേട്ടാ, ചേട്ടൻ എന്താ വേണ്ടത്? ചേട്ടൻ ആരാ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? പ്രകാശ്, പറയാം മോനെ, നീ ഒന്ന് അടങ്ങ്. ദേ, ഞാൻ പറഞ്ഞല്ലോ, ആ നന്ദനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ നിന്നെ അവൻ തന്നെ തീർക്കും. ഞാൻ തീർക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മോൻ കുറച്ച് വെയിറ്റ് ചെയ്. നീയും നിന്റെ അമ്മയും കൂട്ടുകാരുമൊക്കെ ചേർന്നിട്ട് ഒരു പാവം ചെറുപ്പക്കാരനെയും അവൻ്റെ കുടുംബത്തെയും കണ്ണീര് കുടിപ്പിച്ചു കൊണ്ടിരിക്കുകയല്ലേ? അതിൻ്റെയൊക്കെ ശിക്ഷ അനുഭവിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് വരെ അടങ്ങി ഒതുങ്ങി ഇവിടെ അങ്ങ് കഴിഞ്ഞോണം, കേട്ടല്ലോ? ഋഷി കരഞ്ഞുകൊണ്ട് പറയാണ്, ചേട്ടാ പ്ലീസ്, എന്നെ ഒന്ന് വിട്. എന്ത് വേണമെങ്കിലും തരാം. പ്രകാശ് പറയാണ്, ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ജീവിതം എന്തായാലും നിനക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. അടുത്ത രംഗത്തിൽ ദേവികയും ശാരികയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. നന്ദനുമൊത്തുള്ള പഴയ മനോഹരമായ നിമിഷങ്ങൾ ദേവിക ഓർത്തു നിൽക്കുമ്പോൾ ശാരിക അവിടേക്ക് വരുന്നുണ്ട്. ശാരിക പറയാണ്, ചേച്ചി എന്താ ആലോചിക്കുകയാ? ദേവിക, ഏയ് ഒന്നുമില്ല, ആലോചിക്കാൻ മാത്രമല്ലേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ശാരിക, ചേച്ചിക്ക് ഇപ്പോൾ ഒരുപാട് വിഷമമുണ്ടല്ലേ? ചേച്ചി എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ചേച്ചി ആത്മാർത്ഥമായി തന്നെ നന്ദേട്ടന് വേണ്ടിയിട്ട് ആലോചിക്കുന്നു. ചേച്ചിയുടെ മനസ്സിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയുന്നത് പോലെ ചേച്ചിയെ മറ്റാർക്കും അറിയില്ല. ഞാൻ ചേച്ചിയുടെ മനസ്സ് പറഞ്ഞത് ശരിയല്ലേ? ഇത് കേട്ട ദേവിക പറയാണ്, അത് നിനക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം. ശാരിക, ഇസബെല്ലയുടെ കുടുക്കിൽ നന്ദേട്ടൻ വീണു എന്നുള്ള കാര്യം ചേച്ചിക്ക് ബോധ്യമായിട്ടുണ്ട്. അല്ലാതെ നന്ദേട്ടനായിട്ട് ഇസബെല്ലയായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള നന്ദേട്ടനോട് ചേച്ചിക്ക് ഇപ്പോൾ പഴയതുപോലെ തന്നെ ഇഷ്ടം വന്നു തുടങ്ങി. നന്ദേട്ടനെ കാണാതായതിൽ പിന്നിൽ ചേച്ചിക്ക് ഒത്തിരി വിഷമമുണ്ട്. എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ കിട്ടണമെന്നുമുണ്ട്. പഴയ ജീവിതം ജീവിക്കണമെന്നുണ്ട്. സത്യമല്ലേ ചേച്ചി ഞാനീ പറഞ്ഞത്? ഇത് കേട്ട ദേവിക പറയാണ്, സത്യമാണെങ്കിൽ നിനക്ക് അങ്ങനെ വിചാരിക്കാം. നീ അങ്ങനെ വിചാരിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ തിരുത്താനില്ല. ശാരിക പറയാണ്, തിരുത്തണം ചേച്ചി, പലരും തിരുത്താനുണ്ട്. നന്ദേട്ടനെ എനിക്കിപ്പോൾ പാവം തോന്നുന്നുണ്ട്. നന്ദേട്ടൻ ശരിക്കും പെട്ടുപോയതാണ്. ചതിയിൽ വീഴ്ത്തിയതാണ് ആ ഇസബെല്ല. നന്ദേട്ടനെ തിരികെ കിട്ടണമെന്ന് ഞാനും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി വിഷമിക്കാതിരിക്കെ. എല്ലാവരും ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും നന്ദേട്ടനെ ചേച്ചി തന്നെ കണ്ടുപിടിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചി സങ്കടപ്പെടേണ്ട. ചേച്ചിയോടൊപ്പം ഞാനുണ്ട്. നന്ദൻ ഇപ്പോൾ യാതൊരു ദേഷ്യവുമില്ല. ഗിരീഷിന്റെ വീട്ടിൽ പ്രകാശ് നടത്തുന്ന നാടകമാണ് അടുത്തതായി കാണിക്കുന്നത്. ഗിരീഷിന്റെ വീടിന്റെ തിണ്ണയിൽ പുതച്ചു മൂടിക്കിടന്ന പ്രകാശിനെ കണ്ട് രജനി നിലവിളിക്കുകയും ഗിരീഷ് അമ്മയും ഓടി വരികയും ചെയ്യുന്നു. ഗിരീഷ് പറയാണ് പ്രകാശിനെ അടിച്ചുകൊണ്ട്, എടാ നീയോ? നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്നും. ഇത് കേട്ട പ്രകാശ് അഭിനയിച്ചുകൊണ്ട് പറയാണ്, അപ്പച്ചി എന്നെ ഇറക്കി വിടരുത് എന്ന് പറയൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഗിരീഷ്, ഒരു കാര്യവും നീ പറയണ്ട, ഇറങ്ങേടാ പുറത്ത്. നീ ഒരു പെൺകുട്ടിയുടെ ജീവിതം എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നിന്റെ അടുത്ത് ഞങ്ങൾക്ക് ആർക്കും ഒരു സിമ്പതിയുമില്ല. ഇറങ്ങിപ്പോടാ. പ്രകാശ് പറയാണ്, അപ്പച്ചി എങ്കിലും ഗിരിയേട്ടനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ട. എൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. അതാ ഞാൻ ഇങ്ങോട്ട് നേരെ പോകുന്നത്. അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാൻ മാത്രം നിന്റെ ഇവിടെ ആരാ ഉള്ളത്? നീ ഒരു കൊടും ക്രിമിനലാണ്. മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് ഗിരീഷ് പറയുന്നു. ഇത് കേട്ട പ്രകാശ് അമ്മയുടെ കാലിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, അപ്പച്ചി എന്നെ കൈവിടരുത്. എന്നെ രക്ഷിക്കണം. ഗിരിയേട്ട ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ലെന്ന് എനിക്കറിയാം.
പക്ഷേ അപ്പച്ചിയെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. ഇത് കേട്ട ഗിരീഷ് പറയാണ്, എന്താണ് നീ ഇപ്പോൾ പറഞ്ഞത്? നിരപരാധിയെന്നോ? ഒരാളെ കൊന്നിട്ട് നീ എങ്ങനെയാണ് നിരപരാധിയാകുന്നത്? കോടതി തെളിയിച്ചതല്ലേ നീ കുറ്റവാളിയാണെന്ന്. അവിടെ നീ തന്നെയല്ലേ കുറ്റം ഏറ്റു പറഞ്ഞത്. പിന്നെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നും പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. പ്രകാശ്, ഗിരിയേട്ട അങ്ങനെയല്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. പിന്നീട് ഒരിക്കൽ എനിക്കെതിരെ ഒരു അവസരം വന്നു എന്ന് വരില്ല. ഗിരീഷ്, എന്തവസരം? നിനക്കൊരവസരവും ഞാൻ തരില്ല. കാരണം നീ അത്രയ്ക്കും വലിയ ക്രൂരതയാണ് ആ പെൺകുട്ടിയോട് ചെയ്തത്. പ്രകാശ് പറയാണ്, സ്വന്തം വീട്ടുകാർക്ക് എന്നെ വേണ്ട. ഒരുപക്ഷെ ഞാൻ ഇനി ജീവനോടെ തിരിച്ചു വരികയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പരോൾ കാലാവധി കഴിഞ്ഞാൽ തിരിച്ച് ജയിലിലേക്ക് പോകുന്ന ഞാൻ അവിടെ വെച്ച് തന്നെ തീരും. കാരണം ജയിലിലെ ക്രൂരമർദ്ദനങ്ങളേറ്റ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഗിരീഷ് പറയാണ്, നീ അവിടെ കിടന്ന് ചത്തുപോ, ഇവിടെ നിന്ന് കൂടാ. പ്രകാശ് പറയാണ്, ഞാൻ പറയാനുള്ളത് കേൾക്ക് ഗിരിയേട്ടാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രജനി പറയാണ്, ഗിരി നിർത്ത്, അവൻ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. പ്രകാശ്, എനിക്ക് പറയാനുള്ളത് ഗിരിയേട്ടനോടോ അപ്പച്ചിയോടോ ഒന്നുമല്ല, രജനി ചേച്ചിയോടാണ്. രജനി ചേച്ചി, ഞാൻ പറയാനുള്ളത് കേൾക്കണം. കാരണം ഇനി ഒരിക്കൽ കൂടി കേൾക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കുകയില്ല. എന്നെ നിങ്ങൾ കാണുകയുമില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ജയിലിലെ മർദ്ദനം കാരണം എൻ്റെ വാരിയൽ തകർന്ന അവസ്ഥയിലാണ്. ഇടയ്ക്കിടെ എനിക്ക് ശ്വാസം മുട്ടൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. ഇത് കേട്ട് ഗിരീഷ് പറഞ്ഞിരുന്നു, അതാ നല്ലത്, നീ ജീവിച്ചിരിക്കാത്തത് നല്ലത്. ദേ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. രജനി പറയാണ്, നിനക്ക് എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പറ. പ്രകാശ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, അത് പിന്നെ രജനി ചേച്ചി, എന്നോട് ക്ഷമിക്കണം. രജനി ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിലെ ഒരംഗത്തെയാണല്ലോ ഞാൻ ഇല്ലാതാക്കിയത്. അതിന് ഞാൻ ആദ്യം തന്നെ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് രജനി ചേച്ചിയോട് മാപ്പ് ചോദിക്കണം. മറ്റു പല കാര്യങ്ങളും സംസാരിക്കാനുണ്ട്. ഗിരീഷ് പറയാണ്, എടാ അഭിനയം നിർത്തിയിട്ട് നീ മര്യാദയ്ക്ക് കാര്യം പറയാൻ നോക്ക്. കരയാതെ കാര്യം പറയാനല്ല പറഞ്ഞത്. പ്രകാശ് രജനിയോട് എന്ത് രഹസ്യമാണ് പറയാൻ പോകുന്നത് എന്ന് അടുത്ത എപ്പിസോഡിലാണ് കാണിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.